അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ വിശുദ്ധ റമദാനിലെ ഏറ്റവും പവിത്രമായ രാത്രിയാണ് ഇന്ന് മഗ്‌രിബോടുകൂടെ നമ്മളിലേക്ക് കടന്നു വരുന്നത്. വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി വളരെ അപൂർവമായി മാത്രം നമുക്ക് ലഭിക്കുന്ന ഇത്തരം സന്ദർഭങ്ങൾ വിശുദ്ധ റമദാനിൻ്റെ രാത്രി എന്ന പോരിശയ്ക്ക് പുറമെ അവസാനത്തെ 10 ഒറ്റയിട്ട രാത്രിയും അതും വെള്ളിയാഴ്ച രാവും, അതോടുകൂടെ ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ ലൈലത്തുൽ ഖദറിന് സാധ്യത പറഞ്ഞ ഖുർആനിലെ സൂറത്തുൽ ഖദറിൽ തന്നെ സൂചന നൽകിയിട്ടുള്ള 27 രാവും എല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ലഭിക്കുന്ന വളരെ അസുലഭ മുഹൂർത്തമാണ് ഇന്നത്തെ 25 രാവ്. ഈ റമദാനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ശരിക്കും ഉപയോഗപ്പെടുത്തുവാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മൾ ഇത്തരം രാത്രികളിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ രാത്രി തുടങ്ങുന്നത് മഗ്‌രിബ് മുതലാണ്. മഗ്‌രിബ് മുതൽ സുബഹി വരെയാണല്ലോ രാത്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഈ പുണ്യമേറിയ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടാത്ത ഒരു സംസാരമോ ഒരു പ്രവർത്തനമോ ചിന്തയോ നമ്മളിൽ നിന്നുണ്ടാകരുത്. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിന്നുകൊണ്ട് ആ രാത്രിയെ ആദരിക്കുക എന്നതാണ് ഒന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത്. കുറേ ഇബാദത്തുകൾ ചെയ്യുന്നതിനേക്കാളേറെ പ്രാധാന്യമുള്ളത് പരിശുദ്ധ ഇസ്ലാമിൽ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിലേക്കാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇന്ന് എല്ലാ സമയത്തും വേണ്ടതാണ് ഈ രാത്രിയെ പ്രത്യേകം ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെടാത്തൊരു സംസാരം എന്നിൽ നിന്നുണ്ടാവില്ല, ഒരു പ്രവർത്തനം ഉണ്ടാവുകയില്ല എന്നോരോരുത്തരും തന്നെ തീരുമാനമെടുത്ത് ആ നിലക്ക് ഇന്നത്തെ രാത്രിയെ ആദരിക്കാൻ ബഹുമാനിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഒന്നാമതായി നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. രണ്ടാമത്തത്, പരമാവധി സമയം നമ്മൾ ഇബാദത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. മഗ്‌രിബ് മുതൽ തന്നെ രാത്രി തുടക്കം കുറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിൽ തന്നെ ഫർള് നിസ്കാരം നിർബന്ധമാണ്. അത് ജമാഅത്തായി തന്നെ നിർവഹിക്കുകയും സുന്നത്തുകൾ, റവാത്തിബ് സുന്നത്ത് ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോകാതെ ശ്രദ്ധിക്കുക. അതുപോലെ സുന്നത്ത് മഗ്‌രിബിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ഒരു 2 റക്അത്തെങ്കിലും അവ്വാബി നിസ്കാരവും, പിന്നെ നമ്മളെ തറാവീഹും വിത്ർ പരമാവധി 11 തന്നെ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തസ്ബീഹ് നിസ്കാരം, വളരെ മഹത്വമുള്ള ആ മഹത്തായ തസ്ബീഹ് നിസ്കാരമൊക്കെ ഇന്നത്തെ രാത്രിയിൽ നമ്മളൊക്കെ നിർവഹിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമം നടത്തുക. പിന്നെ വിശുദ്ധമായ ഖുർആനോത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ മഹത്വമേറിയ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാത്രിയും പകലും അൽ കഹ്ഫ് സൂറത്തിന് വലിയ മഹത്വമാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിലെ ഖിറാഅത്തിൽ നമ്മൾ അൽ കഹ്ഫ് സൂറത്ത് ഉൾപ്പെടുത്തണം. അതുപോലെ യാസീൻ സൂറത്തൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പരമാവധി വളരെ മഹത്വമുള്ള സൂറത്തുകളൊക്കെ ആ രാത്രിയിലെ നമ്മുടെ ഇബാദത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ സ്വലാത്തിന് ഏറ്റവും പവറുള്ള സമയമാണ് വെള്ളിയാഴ്ച രാവ് പകലും. അതുകൊണ്ട് സ്വലാത്ത് ഒരിക്കലും വിട്ടു പോകരുത്. പിന്നെ ഇസ്തിഗ്ഫാർ, തഹ്ലീൽ, മറ്റ് അസ്മാഉൽ ഹുസ്നയിൽ പ്രധാനപ്പെട്ട ഇസ്മുകൾ, ജലാലത്തിൻ്റെ ഇസ്മൊക്കെ അടക്കം, അങ്ങനെ പരമാവധി ദിക്റുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, പിന്നെ തൗബയും ദുആ മജ്ലിസിൽ സംബന്ധിക്കാൻ കഴിയുന്നവരങ്ങനെ, അല്ലെങ്കിൽ ഒറ്റയായിട്ടാണെങ്കിലും ദുആ വളരെ പ്രധാനപ്പെട്ടതാണ്. ദുആക്ക് വളരെ ഇജാബത്തുള്ള സമയമാണല്ലോ ഇത്തരം സന്ദർഭങ്ങൾ. അപ്പോൾ അതൊക്കെ പ്രത്യേകമായിട്ട് നമ്മുടെ ഒരു ഷെഡ്യൂൾ, നമ്മുടെ ഇബാദത്തിൻ്റെ ഒരു ഷെഡ്യൂൾ നേരത്തെ തന്നെ നമ്മൾ തയ്യാറാക്കുന്നത് നല്ലതാണ്. പിന്നെ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി, അതുപോലെ ബറാഅത്ത് പോലത്തെ രാത്രികളിൽ അതിൻ്റെ പുണ്യം ലഭിക്കാത്ത ചില ആളുകളെ ഹദീസിൽ വന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.
അതിൽപ്പെട്ടതാണ് മാതാപിതാക്കളെ വെറുപ്പിച്ച ആളുകൾ, അതുപോലെ കുടുംബബന്ധം മുറിച്ച ആളുകൾ, പിണങ്ങി നിൽക്കുന്ന, തെറ്റി നിൽക്കുന്ന, അത് കൂട്ടുകാരോട് ആരോടാണെങ്കിലും ശരി, മുസ്ലിം സഹോദരങ്ങൾ പരസ്പരം പിണങ്ങി നിൽക്കുക, തെറ്റി നിൽക്കുക. ഇത്തരം ആളുകൾക്ക് ഈ രാത്രി പോലത്തെ ഈ രാത്രിയിലെ പുണ്യങ്ങൾ ഒരിക്കലും ലഭിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പിടിച്ച് ക്ലിയർ ചെയ്തിട്ട് വേണം ഈ വിശുദ്ധ രാത്രിയെ നമ്മൾ സ്വീകരിക്കാൻ. അപ്പം അതുകൊണ്ട് തന്നെ കുടുംബബന്ധം മുറിക്കൽ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു സദസ്സിൽ ദുആ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പറഞ്ഞു, കുടുംബബന്ധം മുറിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുടുംബബന്ധം മുറിച്ച ആൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ ഇനി എത്ര വലിയ ആൾ ദുആ ചെയ്തിട്ടും കാര്യമില്ല, ദുആക്ക് ഇജാബത്ത് ലഭിക്കുകയില്ല. അപ്പോൾ പിന്നെ കുടുംബബന്ധം മുറിച്ചവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവനുള്ള സദസ്സിൽ തന്നെ ദുആക്ക് ഇജാബത്തില്ലെങ്കിൽ. അപ്പം അതുകൊണ്ട് ഇത്തരം രാത്രികളിൽ അതിൻ്റെ ബഹുമാനം, പുണ്യം ഒക്കെ ലഭിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ക്ലിയർ ആവണം. മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് പൊരുത്തപ്പിടിച്ച് അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് വേണം ഈ രാത്രിയെ സ്വീകരിക്കാൻ. അപ്പോൾ ആ നിലക്ക് പരമാവധി 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇത്തരം രാത്രികളെ നമ്മുടെ ജീവിതത്തിൽ തന്നെ കിട്ടുന്ന അസുലഭ മുഹൂർത്തം, വളരെ അപൂർവമായ, മാത്രമല്ല ഈ റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച രാത്രിയും പകലുമൊക്കെ പരമാവധി ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെട്ട ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ, ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരും, അതുപോലെ ഇത്തിക്കിൻ്റെ 10ആണല്ലോ, അതിലേറ്റവും കൂടുതൽ അള്ളാഹുത്തല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് വെള്ളിയാഴ്ച രാത്രിയാണ്. എല്ലാ രാത്രിയിലും മോചിപ്പിക്കുന്നുണ്ട്, വെള്ളിയാഴ്ച രാത്രി കൂടുതൽ നരകമോചിതരുണ്ടെന്നാണ്. അപ്പോൾ അതിലൊക്കെ പെടാനും അവഫറത്ത് ലഭിക്കാനും ഒക്കെ പ്രത്യേകമായി നിയ്യത്താക്കി തന്നെ ഈ രാത്രിയെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ ഇബാദത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഖൽബ് അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.